നിമിഷം റഹീം ഗോപാലകൃഷ്ണൻ പറയട്ടെ. റഹീം അതിനുശേഷം റഹീം ഒരു നിമിഷം റഹീം ഒരു നിമിഷം കേരളത്തിലെ കാര്യമേ അല്ല പറഞ്ഞത് വിട്ടുകളയോ? ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയൂ. എനിക്ക് സമയമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കൂല. ഇന്ത്യയിൽ ഒന്നുകിൽ അവരുടെ മൈക്ക് ഓഫ് ചെയ്യേ. പറയാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും കൂടി കലവര കൂടെ ഞങ്ങൾ വിചാരിച്ചിട്ടാണ് മാന്യത പുലർത്തുന്നത്. ഒരു ചർച്ചയിൽ മാന്യത പുലർത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ശരി ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ. അവർ രണ്ടുപേരും ഞങ്ങൾ എത്ര നേരമായി സംസാരിക്കാൻ വേണ്ടിട്ട് അവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. സമയം കളയണ്ട പറഞ്ഞോളൂ. ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ഈ ചർച്ചയിൽ. ഇനി സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ റഹീം ശുദ്ധ മണ്ടത്തരം വന്ന് ഈ ചാനലിൽ നിന്ന് വിളിച്ചു പറയുക. നിലയ്ക്കലിൽ എവിടെയാണ് വർഗീയ കലാപം ഉണ്ടായത്? ഏത് സംഘർഷമാണ് നിലയ്ക്കലിൽ ഉണ്ടായത്? എന്ത് വിവരക്കേടാമെന്ന് പറയുന്നത്? ഇദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നാൽ ഉടനെ പറയുന്നത് വർഗീയതയാണ്. ഈ കേരളത്തിലെ വർഗീയ കലാപങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പാർട്ടിയാണ് CPM. രണ്ടാമത്തെ ചോദ്യം, ഇദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ നോട്ട് നിരോധനം, ആ നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് വോട്ട് ചോദിച്ചൂടെ? ഞാൻ തിരിച്ചു ചോദിക്കുക, നോട്ട് നിരോധനം നടത്തിയത് ഞങ്ങളാണ്. അത് ഞങ്ങളാണെന്ന് എന്നും പറഞ്ഞിട്ടുമുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെയും പറയും. എന്നാൽ നിങ്ങൾ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് കനകദുർഗയെ കയറ്റിയത് ഞങ്ങളാന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്തേ നിങ്ങൾ ഇപ്പോൾ ശബരിമലയിൽ 144 പ്രഖ്യാപിക്കാതെ പോയത്? എന്താ ഇപ്പോൾ ശബരിമലയിലേക്ക് ഗണപതി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോലും സ്ത്രീകളെ കൊണ്ടുവരാതെ നിലയ്ക്കലിൽ വെച്ച് തിരിച്ചുവിട്ടത്? ഇതല്ലേ തട്ടിപ്പ്? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ പറ, ശബരിമലയിൽ ഞങ്ങളാണ് യുവതിയെ കയറ്റിയത്. യുവതിയെ കയറ്റിയതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ പറ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 24 മണിക്കൂർ അല്ലാതെ വികസനത്തിൻ്റെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. അപ്പോൾ ആ സാമാന്യ മര്യാദ പാലിക്ക്. അപ്പോൾ എല്ലാ പ്രാവശ്യവും വന്നിരുന്നത് വർഗീയതയെക്കുറിച്ച് പറയുക. വാസ്തവത്തിൽ ഈ കേരളത്തിൽ നിങ്ങളുടെ ഈ സ്ലോഗൻ ഉണ്ടല്ലോ, വർഗീയത വാഴും, വർഗീയത വീഴും, അതുപോലെ വികസനം വാഴുന്ന, അത് തിരിച്ചിടണം. വർഗീയതയെ വാഴിക്കും, വികസനത്തെ വീഴിക്കും. അതാണ് നിങ്ങളുടെ സ്വഭാവം. അതാണ് CPM ചെയ്യുന്നത്. അതേപോലെ കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ സ്മൃതി കുറേ നേരമായി സംസാരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിൽ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. 94.3 എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ ഇന്ന് പ്രൈവറ്റ് റേഡിയോ, ആ പ്രൈവറ്റ് റേഡിയോയിൽ UDF വോട്ട് ചോദിക്കുന്നത് സൈനികൻ്റെ പേരിലാണ്. ഞാനൊരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ശക്തമായ സൈന്യത്തെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ UDF വോട്ട് ചെയ്യണമെന്നാണ് അതിനകത്ത് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ ഇന്നുവരെ? നേരത്തെ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിവരമില്ലാണ്ടാണ്, എനിക്കറിയാണ്ടാണ്. ഇന്നലെ പരസ്യമായിട്ട് ആലപ്പുഴയിൽ പോയി പത്രപ്രതിനിധികളുടെ മുമ്പിൽ സംസാരിച്ച ആളാണ് ഞാൻ. പ്രധാനമന്ത്രിക്കാകാമെങ്കിൽ തെറ്റിദ്ധരിച്ചു കാണും ശ്രീ ബി ഗോപാലകൃഷ്ണൻ.